ഹലോ കേസ്, അപ്പം ഇന്നത്തെ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് വണ്ടി സർവീസിന് കൊണ്ടുപോകാറുണ്ട്. സമയം ഇപ്പോൾ രാവിലെ 6:30 ആയിട്ടുള്ളൂ. നേരത്തെ തന്നെ പോകണമെന്താണെന്ന് വെച്ചാൽ അവിടെ പിന്നെ ലേറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലൈൻ നിൽക്കേണ്ടി വരും. പിന്നെ അതേപോലെ സർവീസും കൂടെ നേരത്തെ തന്നെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒഴിവായി കിട്ടും. അപ്പോൾ ഞാൻ കൊണ്ടുവരുന്ന വണ്ടി കേട്ടോ സർവീസിന് കൊണ്ടുപോകാനുള്ളത്. വണ്ടി ഇന്ന് കഴുകിയിട്ടൊന്നുമില്ല, ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. നല്ല പൊടി മുകളിലൊക്കെ ഒരു ദിവസം ഇവിടുത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ എന്നും തന്നെയാണ് പൊടിയൊക്കെ ഉണ്ടോ. പിന്നെ ഉള്ളിലൊക്കെ ഞാനിപ്പോൾ 2 ദിവസം മുന്നേ വെള്ളിയാഴ്ച അല്ല ഇന്നലെ മൊത്തം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിലാണ് സർവീസിന് പോട്ടെ. ഇപ്പോൾ അവിടെ നേരം വൈകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരാനും നേരം വൈകും. ഇപ്പോൾ കേസ് ഞാൻ സർവീസ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ കിയൻ്റെ സർവീസ് സെൻ്ററാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് പ്രശ്നം അതാണ്, എൻജിൻ്റെ ഇവിടെ ഇത് കാണിക്കുന്നുണ്ട്, ചിഹ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. കാരണം അതിപ്പോൾ 2 പ്രാവശ്യം സർവീസ് ചെയ്തിട്ടും 2 ദിവസം നിൽക്കും, പിന്നെ അതേപോലെ റിപ്പീറ്റ് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സർവീസ് സെൻ്ററാണ്. അപ്പോൾ അങ്ങോട്ടാണ് കാണിക്കാൻ വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ RC ബുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കണം. പിന്നെ അതിൽ ചെയ്താണ് അവിടെ കമ്പ്യൂട്ടറിൽ അടിക്കാണ്ട്. അപ്പോൾ കിലോമീറ്റർ ഇപ്പോൾ ഇതാ 65,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പുറത്തിറങ്ങിയിട്ട് അവിടുത്തെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്തൊക്കെയാണ് അവസ്ഥ എന്ന്. ഇപ്പോൾ കേസ് ഞാനവിടെ പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേപ്പർ ഇതാ ഒക്കെ സൈൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 25,500 ടോട്ടൽ വരുന്നത്. പിന്നെ അതേപോലെ ഇപ്പോൾ ചെക്ക് ചെയ്യണം എന്താ വെച്ചാൽ സർവീസ് ഇതാ എൻജിൻ ഓയിൽ, അതേപോലെ ഫ്യൂൽ സിസ്റ്റം, ചെക്ക് എൻജിന് ഒരു ഇതുണ്ട്, ആ ലൈറ്റിൻ്റെ ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ അതേപോലെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇവർ പറഞ്ഞ് ചിലപ്പോൾ ഉച്ച വരെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞ് പരമാവധി സ്പീഡാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിയുകയാണെങ്കിൽ ചെയ്യട്ടെ. പിന്നെ പുറത്ത് നല്ല കഫേ നമുക്ക് പിന്നെ കോഫിൻ്റെ മെഷീൻ ഓണല്ല. ഇവിടെ വന്നാൽ നമ്മൾ മെയിൻ പരിപാടി ഇതാണ്, അതിന് ഒരു ചായ കുടിക്കണം. അപ്പോൾ ഇപ്പോൾ ഓണല്ല, എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഓണാകും, ടൈം ആവണുള്ളൂ. പിന്നെ ഓണതിന് ശേഷം കുടിക്കണം കേട്ടോ. പിന്നെ ഇവിടെ മറ്റേ ഇത് ഗാവയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ നേരെ കാണുന്നത് എയർകൂളാട്ടോ. സാധാരണ നമ്മളെ റൂഫത്തെ AC അല്ല കാണുന്നത്, ഇതിപ്പോൾ റൂഫിൽ AC അല്ല, കണ്ടില്ല. അങ്ങനത്തെ AC ഞാനും ആദ്യമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ട്, ഇവിടെ 1, 2 എയർകൂള്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ACൻ്റെ അതേ തന്നെ ടെമ്പറേച്ചർ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് കാണുന്നതാ മസ്ജിദ്, നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പുറത്ത്. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഇതാ കിബിലാന്ന് എഴുതിയിരിക്കണേ. അപ്പോൾ അങ്ങോട്ടാണ് കിബില വരുന്നത്. അപ്പോൾ അവിടെ നിസ്കരിക്കാനുള്ള സ്ഥലമാണ്, നിസ്കാര റൂമാണ്. അതിൻ്റെ അപ്പുറത്ത് ബാത്റൂമാണ് വരുന്നത്. അറിയില്ല, ഇനി ചിലപ്പം നേരം വൈകും, ചിലപ്പം ഇവർ പറഞ്ഞ് നേരത്തെ കഴിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കട്ടെ. ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒഴിവാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിക്കണം, ഒന്നും കുടിച്ചിട്ടില്ല. ഇവിടെ കോഫി ആയിട്ടുമില്ല, ഇനി എപ്പോഴാവണമെന്നും അറിയില്ല. അപ്പോൾ ഞാനിവിടെ മത്താം ഉണ്ടെന്ന് ചോദിച്ച്, അപ്പോൾ അടുത്ത മത്താമൊന്നുമില്ല. പിന്നെ ഇവിടെ വണ്ടി വരും, അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ അത് വരുവോളം വെയിറ്റ് ചെയ്യണം. പിന്നെ എത്ര മണിക്ക് വരില്ലെന്ന് ചോദിച്ചപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട്. 8 മണിയാകുമ്പോഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ അപ്പോൾ അതിൻ്റെ പുറത്തിറങ്ങിയിട്ട് നല്ല വെയിലാണ്. പിന്നെ പുറത്തുനിന്ന് സൗണ്ടൊക്കെ ഉണ്ടാവും. അത് ഇവിടെ വീടിൻ്റെ പണിയില്ല, ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. ഒരാൾ കണ്ടില്ല സൈക്കിളൊക്കെ ഓട്ടി നല്ല വിയർത്ത് കുളിച്ചാണ് പോണ്, സൈക്കിൾ റൈഡാണ്. പിന്നെ പുറത്ത് ബിൽഡിങ്ങിൻ്റെ പണി നടക്കുകയാണ്. ട്രെയിനിലൊക്കെ അത് ആളിങ്ങനെ പോകണുണ്ടില്ല.
ഇവിടെ നോക്കുകയാണെ ക്രെയിനിൽ ആൾ പൊന്തണ്. എന്തായാലും എത്ര പെട്ടെന്ന് അയാൾക്ക് മേലെ കയറാനായി. കോണൊന്നും കയറേണ്ട ആവശ്യമില്ല, എളുപ്പത്തിന്. അതിന് മേലെ ഒരാളെ അവിടെ നിൽക്കുന്നുണ്ട്. എന്താ സംഭവം? അയാളിങ്ങനെ കയ്യിട്ട് കാണിക്കുന്നുണ്ടല്ലേ, അത് ഇവിടുത്തെ ഇതിൻ്റെ ഓപ്പറേറ്റർക്കുള്ള ഒരു ഇതാണ്, സിഗ്നലാണ്. വിരലുകൊണ്ട് മുകൾക്ക് പൊന്തിക്കലും താത്തലും അവർക്ക് അതിൻ്റേതായ കോച്ചിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് അതുപോലെ ചെയ്യുന്നുണ്ട്. അയാൾ താഴെ ഇറങ്ങാൻ പത്രയിലും അങ്ങ് പോയത് അറിയില്ല. ഇവിടെ ഗേറ്റ് അടവാൻ തോന്നുന്നുണ്ട്, അതായിരിക്കും. ബിൽഡിങ്ങിൻ്റെ പണി നടക്കുകയാണ്. അയാളതങ്ങനെ കൈകൊണ്ട് കാണിക്കണേ, പോട്ടെ 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 എന്നറിയാണ്ട്. ചൈനൻ്റെ ആട്ടോ, ചൈനീസ് ഇതിൽ എഴുതിയിട്ടതാ. ചൈനയിൽ കാറ്റോ എന്നാണ് ചൈനയിൽ എഴുതിക്കണത്, അറിയില്ല. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് കാറ്റോ എന്ന്. ചിലപ്പോൾ തന്നെ ആയിരിക്കും. താവട്ടെ 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 എന്നറിയുന്നുണ്ട്. ഓപ്പറേറ്റർ അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. പാകിസ്ഥാനും തോന്നുന്നുണ്ട് കണ്ടിട്ട്. അങ്ങോട്ട് പോയ സാധനം എന്താ, അയാൾ വീണ്ടും കണ്ടുകൊണ്ട് തിരിച്ച് വരുന്നുണ്ട്. ഇറങ്ങണതാ, ഇറങ്ങൽ ഫാസ്റ്റാട്ടാ, പെട്ടെന്ന് പരിപാടി ആയിരുന്നു. പിന്നെ എന്താണ് ഞാൻ വന്ന കിയൻ്റെ സർവീസ് സെൻറ്റർ. അപ്പോൾ അതിൻ്റെ പുറത്തുനിന്നുള്ളതാണ്. ഇത് ഇവിടുത്തെ മെയിൻ കിയൻ്റെ സർവീസ് സെൻറ്ററാണ്. അപ്പോൾ അപ്പുറത്ത് കെ സർവീസ്, പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ അതേപോലെ ചെറിയ ചെറിയ സർവീസ് ഇതുണ്ട്. അതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. പ്രൈവറ്റ് ചെറിയ ചെറിയ ആൾക്കാരുണ്ടല്ലോ, പല ഓണർമാരാണ്, ഒരേ ഓണറല്ലേ. ബോഷ് സർവീസ് അതിലെല്ലാം പല ആൾക്കാരും ഉണ്ട്. ഞാൻ കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ പോയി നോക്കട്ടെ. അതെല്ലാം ഇവിടെ വെറുതെ ഇരിക്കല്ലേ, ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുള്ളത്. ഇന്ന് രാവിലെ തന്നെ ആയതുകൊണ്ട് എവിടെയും വണ്ടികളില്ല, എല്ലാം കാലിയാണ്. ഇതൊക്കെ ബിൽഡിങ്ങിൻ്റെ പണിയെടുക്കുകയാണ്. ഇത് എന്തിൻ്റെ ബിൽഡിങ്ങാണെന്ന് അറിയോ? ഇത് നമ്മളെ കാറ്റിൻ്റെ ഇതില്ലേ, JCB കല്ലമർത്തി. അപ്പോൾ അതൊക്കെ പുതിയത് വിൽക്കണ ബിൽഡിങ്ങാണ്. ഇതുണ്ടോ ഇവിടെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നതുകൊണ്ടായിരിക്കും ബാക്കിയുള്ളതൊക്കെ ഇവിടെ നിന്ന് വേറെ എവിടെയും മാറ്റിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന അറിയില്ല കേട്ടോ, ചിലപ്പോൾ ഉള്ളിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് കാറ്റ്, ബഹർ കാറ്റ്. അറിയില്ല ഇനി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എല്ലായിടത്തും വണ്ടികൾ കാലിയാണ്, ഒന്നുമില്ല. പിന്നെ സൗണ്ട് എന്താ പാടെന്നറിയില്ല, കാരണം റോട്ടുമ്മ കൂടെയൊക്കെ വണ്ടി ലോറിയൊക്കെ പോയിട്ട് നല്ല സൗണ്ട് ഉണ്ട്, നല്ല ഒരമ്പനുണ്ട്. അപ്പം നമ്മളെ സ്വന്തം കേൾക്കണ്ടെന്ന് അറിയില്ല. KFH ഓട്ടോ, KFH പറഞ്ഞ ഇവിടുത്തെ മെയിൻ ബാങ്കിൻ്റെ ബ്രാഞ്ചാണ്. ഇതന്നെ ആയിരിക്കും ഇത്. വേറെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. കാറ്റ് അപ്പുറത്തൊക്കെ അതാ അവിടെയൊക്കെ JCB ഒക്കെ നിൽക്കുന്നുണ്ട് പുതിയത്. പൊടി പൊടിച്ചേക്കണ്. JCB അല്ല, അതുകൊണ്ട് ഇതിന് പൊടി പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് പൊടിയൊക്കെ ഇറങ്ങാനുള്ള സാധനമാണ്. അപ്പോൾ സർവീസ് കയ്യോളം ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ തന്നെ പോയി ഇരിക്കേണ്ടി വരും മിക്കവാറും. കാരണം ഇവിടെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. പിന്നെ രാവിലെ ആയതുകൊണ്ട് ഒരുവിധം കടകളൊക്കെ അടവുമാണ്, ഒന്നും തുറന്നിട്ടുമില്ല. എന്താണ് അവസ്ഥ അറിയില്ല. ഹോട്ടലിലെ വണ്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തിന്നാൻ വാങ്ങിയായിരുന്നു. ഇനിയിപ്പോൾ അത് എപ്പോഴാണ് കാര്യം നോക്കട്ടെ. വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ വരുന്നത് നേരത്തെ പോകാമെന്നുള്ള ലെവലാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ പിന്നെ എന്തായാലും ഇരിക്കേണ്ടി 2 മണിക്കൂർ. അപ്പോൾ നമ്മളെക്കാളും മുന്നേ വന്ന ആൾക്കാരോട് ഇരിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് കഴിയാൻ എന്തായാലും നമ്മളത് നോക്കൂല. എല്ലാവരും രാവിലെ തന്നെ ഇറങ്ങും, 6 മണിക്ക് തന്നെ ഇറങ്ങും. ആകെയുള്ള സമാധാനം എൻ്റെ
വണ്ടി അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ കാണില്ല കേട്ടോ. പിന്നെ വന്നതിന് ശേഷം നോക്കേണ്ടി വരും. നമ്മൾ ഇതിന് മറ്റേ കംപ്ലൈൻ്റ് ആയ വണ്ടിയായിരിക്കും, വർക്ക് ചെയ്യാത്തതുകൊണ്ട് അതാണ് കൊണ്ടു ഇറക്കണത്. അപ്പോഴൊക്കെ ഇപ്പോൾ എൻ്റെ ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു സെറ്റ് ദോശയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ കഴിക്കാനുള്ള സ്ഥലം ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്ന് പോയി നോക്കട്ടെ, ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചു നോക്കട്ടെ. ഇതിലേക്ക് കിട്ടിയ സാധനം ദോശയും പിന്നെ അതിലേക്ക് കറിയും പിന്നെ ചട്നിയും ഉണ്ട്. അപ്പം ഞാനെന്തായാലും കഴിക്കട്ടെ. ചെറിയൊരു ഇരിക്കാൻ സ്ഥലം കിട്ടിയിട്ട് പിന്നെ അവിടെ കഴിക്കുകയാണ്. കഴിച്ചതിന് ശേഷം അടുത്ത പരിപാടിക്ക് ഇറങ്ങാം. ഇപ്പോൾ കാത്തുനിന്ന് നേരം 10:30 ആയിട്ടുണ്ട്. 10:30ക്കാണ് കിട്ടിയത്. ഇപ്പോൾ ഇവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യണം. എന്തൊരു കഷ്ടം അറിയോ. പിന്നെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് അവിടെ 1 മണിക്കൂർ അങ്ങനെയും പോയി. ഇനിയിപ്പോൾ വണ്ടി കൊണ്ട് എത്തിയിട്ടില്ല. ഇപ്പോൾ ഇനി വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ പുറത്തോടെയും കാണുന്നില്ല. ഇതാ ബില്ലൊക്കെ അടച്ചു കഴിഞ്ഞാൽ റെസീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ വണ്ടി ഇവിടെ ഓടില്ല. ഇനിയിപ്പോൾ വണ്ടി ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് ചോദിച്ചപ്പോൾ ഡ്രൈവർ വന്നാലെടുത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡ്രൈവറെ കാത്തു നിൽക്കണം. രാവിലെ 6:30 വന്നിട്ട് നേരം 11 മണിയായി. അതിൻ്റെ ഇടയിൽ ചായ കുടിച്ചാൽ നന്നായി കണക്കില്ല, അല്ലെങ്കിൽ അപ്പോൾ അതും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഒരു കാക്ക വരുന്നുണ്ട്, അയാളോട് ചോദിച്ചു നോക്കട്ടെ, വണ്ടി എവിടെയാണെന്ന് ചോദിച്ചു നോക്കട്ടെ. നിന്ന് മടുത്ത്. അത് സയ്യാറോ എൻ ക്ലാസ് ايه خلاص منك جيب سايق سايق تظهر منه ايه അയാളോട് ചോദിച്ചപ്പോൾ അയാൾ ഇനിയിപ്പോൾ ഡ്രൈവർ എടുത്തോണ്ടെന്ന് അയാളും പറഞ്ഞു. കുറേ കാത്തുനിന്നതാ നമ്മളെ വണ്ടി അവിടെ നിന്ന് വരണുണ്ട്. നമ്മൾ കാറ് വരണേ. സമാധാനായി, നേരെ പോവാം. അപ്പോൾ കേസ് ഞാൻ വണ്ടി കയറിയിട്ടുണ്ട്. എന്താ ചെയ്യാൻ അറിയോ, ഇഷ്ടം നേരെ വന്നിട്ട് വീട്ടിൽ നിന്ന് ഇരുന്ന് മടുത്ത്. അപ്പം ഞാൻ ലാസ്റ്റ് റൂമിൽ തന്നെ എത്തിയിട്ടുണ്ട്. നല്ല വിശക്കുന്നുണ്ട്. വിശന്നിട്ട് ഗ്യാസൊക്കെ കയറി തുടങ്ങി വയറിൽ. ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കണം. അപ്പം ഞാൻ നിസ്കാരം കഴിഞ്ഞ് നേരെ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കറിയുണ്ട്. എന്ത് കറിയാണെന്ന് എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കറിയൊക്കെ കാണുന്നത്. എന്താണ് അണ്ടിപ്പരിപ്പ്, പിന്നെന്താണ് തക്കാളി, അതേപോലെ ക്യാപ്സിക്കത്തിൻ്റെ മുളകുണ്ട്, 2-3 കളറുണ്ട്. പിന്നെ ഇതാ ചിക്കന്, നല്ല പൊരിച്ച ചിക്കന്. കുറവൊന്നുമില്ലെന്ന് തോന്നുന്നു, ചിറകിൻ്റെ ഭാഗം. എന്ത് ചിക്കനാണ് നല്ലത്, എന്തായാലും കഴിക്കന്നെ. പിന്നെ വെള്ളച്ചോറും ഉണ്ട്. അപ്പം ഏതായാലും കഴിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോകണേ. അതിന് തന്നെ അണ്ടിപ്പരിപ്പ് ടേസ്റ്റ് വെക്കാം. ഇതെന്തോ സൂപ്പ് ഉണ്ടാക്കിയ പോലെ ഉണ്ട്, സൂപ്പിന് ടേസ്റ്റ് ഉണ്ട്. അണ്ടിപ്പരിപ്പും പിന്നെ ചിക്കൻ പീസും ഉണ്ട് കേട്ടോ. എന്താ ചിക്കൻ ഉണ്ട് കേട്ടോ ഇതിൽ. എന്താ പിന്നെ ഇപ്പം എന്താ ഉള്ളത്, അതിന് മുളകുണ്ട്, സാധാ മുളക്, ഇത് ക്യാപ്സിക്കം മുളക്. അപ്പോൾ അതൊക്കെ കൂടെ സൂപ്പ് ഉണ്ടാക്കിയതാണ്. എന്തായാലും കഴിക്കാം, പൊളിക്കാം. നല്ല പൊരിച്ച ചിക്കൻ ഉണ്ട്. ബെസ്റ്റിനോടാന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. തിന്നല നിവർത്തിയല്ല, നല്ല വിശപ്പുണ്ട്. കുറേ നേരം അവിടെ ഇരുന്ന് കുറച്ച് നടന്ന് പുറത്ത് കുറച്ച് ഇരുന്ന് അങ്ങനെയൊക്കെ അങ്ങോട്ട് ലാസ്റ്റ് ഇവിടെ എത്തി. ഞാൻ ഭക്ഷണം കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം.